ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതാജിയാണ്. ഇന്നത്തെ വീഡിയോ വളരെ ചരിത്രപ്രസിദ്ധമായ അയോധ്യയിലെ ഹനുമാൻ ഗഡിയാണ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീരാമ പരമഭക്തനായ ശ്രീ ഹനുമാൻജിയുടെ ജന്മദിവസ നാളിലാണ് ഞങ്ങൾ ക്ഷേത്ര ദർശനത്തിന് എത്തിയത്. വാരാണസി ക്ഷേത്ര ദർശനത്തിന് ശേഷം ഞങ്ങൾ നേരെ എത്തിയത് അയോധ്യയിലേക്കാണ്. അയോധ്യയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ അയോധ്യ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹനുമാൻജിയുടെ 10ാം നൂറ്റാണ്ടിലെ പ്രശസ്തമായ ഒരു ഹിന്ദു ക്ഷേത്രമാണ് സിദ്ധപീഠം ശ്രീ ഹനുമാൻ ഗഡി. നാഗേശ്വർനാഥ്, രാമന്ദിർ തുടങ്ങിയ ക്ഷേത്രങ്ങൾക്കൊപ്പം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. രാവണനെ കീഴടക്കി ശ്രീരാമൻ അയോധ്യയിൽ തിരിച്ചെത്തിയപ്പോൾ ഹനുമാൻജി ഇവിടെ താമസിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇതിന് ഹനുമാൻ ഗഡി അല്ലെങ്കിൽ ഹനുമാൻ കോട്ട് എന്ന് പേരിട്ടത്. ഇവിടെ നിന്നാണ് ഹനുമാൻജി രാംകോട്ടിനെ സംരക്ഷിച്ചിരുന്നത്. അയോധ്യയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഹനുമാൻ ഗഡി ക്ഷേത്രത്തിലേക്ക് എത്തുവാനായിട്ട് 76 സ്റ്റെപ്പുകൾ കയറി വേണം ചെല്ലാൻ. രാംലല്ല ക്ഷേത്ര ദർശനത്തിന് മുന്നേ നമ്മൾ ഹനുമാൻ ഗഡി ക്ഷേത്ര ദർശനം നടത്തണം എന്നുള്ളതാണ് ആചാരം. മാതാവായ അഞ്ജനയുടെ മടിയിലിരിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഹനുമാൻ സ്വാമിയുടെ ജന്മദിവസമായതിനാൽ പതിവിൽ കവിഞ്ഞ തിരക്കാണ്. ജന്മോത്സവത്തിനോടനുബന്ധിച്ച് ക്ഷേത്രം അലങ്കരിച്ചിരിക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണ്. സ്കന്ദ പുരാണ പ്രകാരം ഹനുമാൻ ഗഡി മന്ദിർ നിർമ്മാണം നടത്തിയത് രാജാ വിക്രമാദിത്യനാണ് എന്നാണ് പറയപ്പെടുന്നത്. രാജാ വിക്രമാദിത്യൻ നിർമ്മിച്ച 360 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഹനുമാൻ ഗഡി ക്ഷേത്രം. അയോധ്യയുടെ സംരക്ഷണ ചുമതല ശ്രീരാമനെ ഏൽപ്പിച്ചിരിക്കുന്നത് ശ്രീ ഹനുമാൻജിയാണ്. ബാബ അഭയ രാംദാസ് ജി ഇവിടെയായിരുന്നു തപസ് അനുഷ്ഠിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ കാലത്ത് നവാബായിരുന്ന സുജാവ് ദോലയുടെ പുത്രൻ അസുഖം ബാധിച്ചിരുന്നു. എത്ര ശ്രമിച്ചിട്ടും അസുഖം ഭേദമാകുന്നേയില്ലായിരുന്നു. അങ്ങനെയിരിക്കെ നവാബ് ആരുടെയോ നിർദ്ദേശപ്രകാരം ബാബ അഭയ രാംദാസ് ജിയെ സന്ദർശിക്കുകയും ബാബാജി നൽകിയ ഹനുമാൻജിയുടെ ചരണാമൃത ജലം കൊടുക്കുകയും ചെയ്തു. അത് സേവിക്കുക വഴി നവാബിന്റെ പുത്രന്റെ അസുഖം നിശേഷം മാറുകയും ചെയ്തു. ഇതിൽ ഒരുപാട് സന്തുഷ്ടനായ നവാബാണ് ഇന്നത്തെ രീതിയിലുള്ള ഹനുമാൻ ഗഡി ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. എന്ത് കാര്യത്തിനും ഇവിടെ തീരുമാനമെടുക്കുന്നത് ഹനുമാൻജിയാണെന്നാണ് പറയപ്പെടുന്നത്. ആഗ്രഹ സാഫല്യത്തിനായിട്ട് ഒരുപാട് ഭക്തജനങ്ങളാണ് ഇവിടെ ദിനംപ്രതി എത്തുന്നത്. തൻ്റെ പ്രിയ ഭക്തരെ അനുഗ്രഹിക്കുന്നതിനും അയോധ്യയെ സംരക്ഷിക്കുന്നതിനുമായിട്ട് ഹനുമാൻജി ഇവിടെ ഇപ്പോഴും കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. ഹനുമാൻ ഗഡി ക്ഷേത്ര വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്, ലൈക്ക്, ഷെയർ മറക്കാതെ ചെയ്യുമല്ലോ. മറ്റൊരു അയോധ്യ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ജയ് സീതാറാം, ജയ് ശ്രീറാം.